ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് ജോയി മരിച്ച സംഭവത്തിൽ ഹൈക്കോടതി ഇടപെട്ടു. അമിക്കസ് ക്യൂറി സ്ഥലം സന്ദർശിക്കും. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകുകയും വേണം. തിരുവനന്തപുരത്തെത്തുന്ന അമിക്കസ് ക്യൂറിക്ക് സർക്കാരും കോർപ്പറേഷനും അനുബന്ധ സൗകര്യം ഒരുക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പ്ലാസ്റ്റിക് മാലിന്യം കനാലിലേക്ക് ഒഴുക്കുന്നില്ലെന്ന് കോർപ്പറേഷനും സർക്കാരും ഉറപ്പുവരുത്തണം. മാലിന്യം നീക്കം ചെയ്യാൻ കർമ്മ പദ്ധതി തയ്യാറാക്കണം. തലസ്ഥാന നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കണമെന്നും നഗരസഭയ്ക്ക് കോടതി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തായാലും അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചു കഴിഞ്ഞു സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ. മാത്രമല്ല, ഇത്തരത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, കാരണം കോടതി എന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം ഈ മാലിന്യം കളക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന്റെ സംസ്കരണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതും വളരെ ഗൗരവമായ വിഷയമാണെന്ന് ഇന്ന് കോടതി പറയുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ലക്ഷ്മി, മാലിന്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ ശുചീകരണ തൊഴിലാളി ജോയി മരിച്ച സംഭവത്ത് അത് നിർഭാഗ്യകരമാണെന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം ഒഴുക്കുന്നില്ലെന്ന് കോർപ്പറേഷൻ ഉറപ്പുവരുത്തണം. റെയിൽവേയുടെ ഭാഗത്തെ മാലിന്യം റെയിൽവേ തന്നെ നീക്കം ചെയ്യണം. സർക്കാർ ഇക്കാര്യങ്ങളിൽ മേൽനോട്ട ചുമതല വഹിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിട്ടുണ്ട്. സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അമിക്കസ് ക്യൂറിയുടെ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. അമിക്കസ് ക്യൂറിക്ക് പ്രതിഫലമായിട്ട് 1.5 ലക്ഷത്തോളം രൂപ സർക്കാരും കോർപ്പറേഷനും റെയിൽവേയും തുല്യമായിട്ട് നൽകുകയും വേണം. ബ്രഹ്മപുരം വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു അമിക്കസ് ക്യൂറിയെ നിയോഗിച്ചിരുന്നു. ഈ അമിക്കസ് ക്യൂറിമാർക്കാണ് ഈ ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടുന്ന പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അമിക്കസ് ക്യൂറിക്ക് ആവശ്യമായിട്ടുള്ള യാത്രാനുബന്ധ സൗകര്യങ്ങൾ റെയിൽവേയും കോർപ്പറേഷനും സർക്കാരും ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം അത് ഏത് വിധത്തിൽ നടപ്പിലാക്കുമെന്ന് കർമ്മ പദ്ധതി തയ്യാറാക്കി അക്കാര്യം കോർപ്പറേഷൻ ഹൈക്കോടതി അറിയിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. റെയിൽവേയും തങ്ങളുടെ സ്ഥലത്തെ മാലിന്യ നീക്കം സംബന്ധിച്ചുള്ള വിവരങ്ങളും കോടതിയെ ധരിപ്പിക്കണം. ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകേണ്ടതുണ്ടെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇടക്കാല ഉത്തരവിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോട്ടിലെ വെള്ളം കറുത്ത നിറമായെന്നും ഹൈക്കോടതി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഓപ്പറേഷൻ അനന്തയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുമായിട്ട് അമിക്കസ് ക്യൂറിക്ക് ആവശ്യമെങ്കിൽ ചർച്ച നടത്താമെന്നും ഹൈക്കോടതി അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മാലിന്യ നിർമ്മാർജ്ജനം ഏത് വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്, ഏത് വിധത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം അടക്കം നീക്കം ചെയ്യാൻ സാധിക്കും, ഇത് സംബന്ധിച്ചുള്ള പദ്ധതികളും വിശദാംശങ്ങളുമാണ് അടുത്ത 26-ാം തീയതി, അതായത് ഈ മാസം 26-ന് വീണ്ടും പരിഗണിക്കുന്ന വേളയിൽ ഹൈക്കോടതി മുൻപാകെ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടറും വ്യക്തമാക്കേണ്ടത്. മാത്രവുമല്ല, ഈ മാലിന്യം നീക്കം ചെയ്യുന്നത് കൂടാതെ ഈ കരാറുകാർ ഈ മാലിന്യം എവിടെയാണ് നിർമ്മാർജ്ജനം ചെയ്യുന്നത്, സംസ്കരിക്കുന്നത്, ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി.